ഇനി നമ്മൾ ഈ ഭാഗത്തോട്ട് തിരിച്ചു വരുമോ വൈജു? ഇവിടോട്ടില്ല. അപ്പോൾ ബൈ ബൈ പറ മോനെ. കുഞ്ഞാപ്പി ബൈ ബൈ പറ. താഴോട്ടിറങ്ങി പോവാ. മലയുടെ മണ്ടക്കായിരുന്നു ഞങ്ങളെ. അവിടെ താഴോട്ടിറങ്ങി ഇറങ്ങി പോവാ. ഹൊറർ ഹൗസ്. ആ അതവിടെ ഇരിക്കട്ടെ. അത് തുറക്കത്തില്ല. രാത്രിയിലും കണ്ട തുറക്കത്തുള്ളൂ. ടോൾവോ ഡിയോ അതെന്തുവാടാ? കണ്ട അവിടെയാണ് ബോട്ടിങ് നടക്കുന്നത്. നമ്മൾ തന്നെ കാലുകൊണ്ട് തുഴയണം. ഓ അത് ശരിയാകത്തില്ല പിള്ളേർ. നമുക്ക് തോന്നും മഴ പെയ്യാനായിട്ട് പോവാന്ന്, പക്ഷെ മഞ്ഞ. എത്ര ഒരു വെള്ളം ചുമ്മാ കമ്പും കോലും ഒക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടോ. ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് പൈൻ വാലി. അവിടാണ്. ബാക്കി ഇവിടെ എല്ലായിടവും കണ്ടു, വീഡിയോ എടുത്തു. ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അന്നേരം കുറച്ച് ഭാഗം എഡിറ്റിങ്ങിനായിട്ട് ഇവിടെ കുത്തിയിരുന്നു. ഒരു പേരയ്ക്ക ചോദിച്ചല്ലേ? കുരുന്നതാ. അപ്പൊ വിശാലവും തണുത്ത കാറ്റടിക്കുന്നു. നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയാണോ ഈ കാലാവസ്ഥ? നോക്കിയേ, മുഴുവൻ വനങ്ങളാണ്. ഊണ് കഴിഞ്ഞ് ഓരോ ഐസ്ക്രീമും തിന്നു. അല്ലേ കുഞ്ഞപ്പി? വീണ്ടും ഇനി നമ്മൾ എങ്ങോട്ടാ മോനെ? പൈൻ ഫോറസ്റ്റോ? അതോടെ കാണാൻ പോവാണ്. ഇത് ഉപ്പിലിട്ട സാധനം എല്ലാം ഇവിടെ കിട്ടുവേ. നെല്ലിക്ക ഒരെണ്ണം 5 രൂപ ഒരെണ്ണത്തിന്. പിന്നെ ഈ കവറിലുള്ളതിന് 60 രൂപ. ഞങ്ങൾ മൂങ്കുട്ടനും കുഞ്ഞാപ്പിക്ക് വരെ കണ്ണാടി എടുക്കാനായിട്ട് കയറിയതാണ്. കണ്ണ വെക്കുന്ന കുഞ്ഞാപ്പിക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈ കണ്ണാടി. ഇങ്ങോട്ട് നോക്കിയ മോനെ. കട്ടില് താഴെ കിടക്കാൻ പറ്റത്തില്ല. നിറയെ കടകളാണോ? ഒരെണ്ണം മേടിയില്ല. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് അങ്ങ് ഉറങ്ങാം. അല്ല, ഒരു മുറി എടുത്താൽ മതി. അതെ തേയില. കുഞ്ഞാപ്പി എന്താ കഥ? തേയില കിലോയ്ക്കാണ് 150 രൂപ. 1 കിലോ തേയിലയ്ക്ക് 150 രൂപയെന്ന്. അപ്പൊ എക്കടെ നാട്ടിൽ ചെന്നിട്ടാണോ കേൾക്കുന്നത്? മോനെ നല്ല വീട്. ഒരു മാസം ഇവിടെ റേറ്റ് അനുസരിച്ച് ഉണ്ടല്ലോ. സ്കൂളിൽ പോയിരിക്കാൻ പറ്റില്ല. റൂം തപ്പി വന്നതാണ് ഇവിടെ. ഈ സൈഡിലാണ് കടകളും. അപ്പുറത്തെ ഒരു സൈഡ് കടകൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സൈഡ് കാലിയായി. ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് കടകൾ. നോക്കിയാൽ കമ്മലുകൾ കൊണ്ടോടാ നോക്കട്ടെ. കുഞ്ഞാപ്പി ഇത് കൊണ്ടൊരു പാവകള്. കൂടുതലും പാവകളാണ്.
പിന്നെ ഉപ്പിലിട്ട ഒരുപാട് സാധനങ്ങൾ, പൈനാപ്പിള്, മാങ്ങ, തേയില ലാഭമാണെന്ന് തോന്നുന്നു. 1 കിലോ ചായപ്പൊടി. തേയില എന്താ വില? കിലോയോ? അവിടെ ഒരു കടയിൽ 1 കിലോ 150 പറഞ്ഞു. ഇത് 1/2 കിലോ 100 രൂപ എന്നാ. ഓരോ കടയിലും മതി. ഓ വേണ്ടോ? ഫോട്ടോ എടുക്കാം. താഴോട്ട് പോവാണ്. ഞങ്ങളങ്ങ് മണ്ടയ്ക്ക് പോകുന്ന താഴോട്ട്. ഇവിടോട്ടൊന്നും വണ്ടി വരത്തില്ല. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. കുറച്ചൊക്കെ സാധനങ്ങൾ മേടിച്ചു, കുറച്ചൊക്കെ മേടിച്ചില്ല. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കും, ചിലപ്പം മേടിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഇങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആമ, കുഞ്ഞാപ്പി കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് ആമ. അതുകൊണ്ട് ആമ അവിടെ നമ്മളവിടെ വൈജു നമ്മളവിടെ 150 രൂപയല്ലേ തേയില കണ്ടേ. ഇവിടെ 1/2 കിലോ 100 അപ്പൊ പലതും ഇങ്ങോട്ട് ഇവിടാണ് വില കൂടുതൽ എല്ലാത്തിനും. കുഞ്ഞാപ്പി എന്നെ അങ്ങനെ വലിക്കാതെ. മോൻകുട്ട പോക്കറ്റ് ഉണ്ടോ? 2 പൈസ പോക്കറ്റ് ഇട്ടിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നിടം. ഹായ്, എന്ത് രസം മനു. ഇതാണോ? ഇതാ ഈ മരങ്ങളുടെ ഭംഗി കാണാനായിരിക്കും വന്ന്. അങ്ങോട്ട് നീങ്ങി നോക്കാം. ബാ, ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതും കിഴക്കാൻ തൂക്കായി താഴോട്ട് കിടക്കുവാന്ന് തോന്നുന്നു. പിടിച്ച് പോകാൻ വേണ്ട കമ്പി ഇതുണ്ട്. ഇതേ പിടിച്ച് പോകണം. ഈ നേരെ നിരങ്ങി തന്നെയല്ല. ഇത് കണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടോ? കണ്ടോ? ഫോട്ടോ എടുത്ത് തരും. അന്നേരം തന്നെ തരുമെന്ന് തോന്നുന്നു. താഴെയാണ്. ഇതാണ് പൈൻ മരങ്ങൾ. ഇത് വനമാണോ? വനം. ഇതിന്റെ മണ്ടയ്ക്ക് കയറാനോ? അയ്യോ, കാലും കൈയും ഉള്ളവർ കയറും. ഞാനിവിടെ നിന്നോളാം. സ്ലോപ്പ് ഗ്രൗണ്ട്. ഇവിടെ മാത്രമേ ശാലം സ്ലോപ്പ് ഉള്ളെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം താഴോട്ട് ചാടി പോകണം. നല്ല ചെരുപ്പൊന്നും ഇല്ലെങ്കിൽ എനിക്കൊന്ന് ചാടി പോകാൻ തോന്നും. ഞാനേതായാലും പിടിച്ച് നടക്കുന്നതാ. ഈശോ, ഞാൻ ആരുടെങ്കിലും കയ്യെ പിടി. ഞാൻ കുഞ്ഞപ്പ അങ്ങോട്ട് നോക്കാം. കണ്ട താഴോട്ട് നോക്കിക്കേ. കുഞ്ഞാപ്പി ഇപ്പൊ ഇവിടെ അളക്കേണ്ട സമയമായിരുന്നു. തെന്നിയങ്ങ് പോയി. കുഞ്ഞാപ്പി കണ്ട എൻ്റെ കയ്യെ പിടിച്ചോണ്ടേ നടക്കത്തുള്ളൂ. എൻ്റെ പൊന്നോ, ഇതെന്തോ ഒരു താഴ്ചയല്ല. ഇവിടെയും ഫോട്ടോ എടുത്ത് തരും. കുഞ്ഞാപ്പി എന്നെ വലിക്കാതെ. അതാണ്ട് ഇവിടെ എന്തുവാ? ഇവിടെ എന്തു മോനെ, പക്ഷികളുണ്ടെന്നാണോ ഇതിനകത്ത്? ഇത്രയും പക്ഷികളോ ആയിരിക്കും. ഉണ്ടോ? അങ്ങ് താഴ്ചയാണ്. അങ്ങ് താഴ്ച വരെ നമുക്ക് പോകേണ്ടി വരും. അയ്യോ, എനിക്ക് ചെരുപ്പ് ഊരണമെന്ന് തോന്നുന്നു. കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അത്ര താഴ്ചയാണ്. തെന്നി പോയിട്ടുണ്ടെങ്കിൽ ഈശോ, ഞാൻ ചെരുപ്പെടുക്കട്ടെ. ഇനി ടപ്പെന്ന് നടക്കാം. കണ്ടോ? അടിച്ചടിച്ച് നടക്കാൻ പറ്റും. നമ്മളിങ്ങനെ താഴോട്ട് വന്നിട്ട് മോൾപോട്ട് കയറാനായിരിക്കും പാട്.
അല്ലേ? കല്ല് തട്ടല്ലേ? ഈശോ. ഈശോ, നമുക്ക് നേരെ നിൽക്കാനൊക്കെ തോന്നും, നിന്നാലും തെന്നി പോകും. ഉണ്ടോ? ഹായ്, അയ്യോ, ഈ കല്ലിനൊക്കെ എന്തൊരു തണുപ്പടി. കുഞ്ഞാപ്പി ചെരുപ്പൂരിട്ടൊന്ന് ഇട്ട് നോക്കി, വെറും തറയിലൊന്ന് നിന്ന് നോക്കിക്കേ. ഭയങ്കര തണുപ്പല്ലേ? അയ്യോ, ജയ്പൂരിലൊക്കെ ഇങ്ങനെയാണ്. രാജസ്ഥാനിലൊക്കെ തണുപ്പ് കാലത്ത് ഞങ്ങൾ കുറെ കാലം അവിടെ ജീവിച്ചതല്ലേ. ഇവിടെ ജീവിച്ചിട്ടില്ല. അത് നമ്മളെ നാട്ടിൽ കായാരിപ്പാട്ടേ ജീവിച്ചിട്ടുള്ളൂ. അല്ല, ഞങ്ങളെ ഇതുപോലെ തണുപ്പുള്ള രാജ്യത്ത് ജീവിച്ചിട്ടുണ്ട്. അതെ, അവിടെ ഈ തണുപ്പൊന്നും അല്ല, ഏമണ്ടം തണുപ്പ. ഓരോരുത്തരൊക്കെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കയറി വരുന്ന ഷേപ്പ് കണ്ടോ വേജു? നല്ല രീതിയിൽ ഇറങ്ങും, ചാടി തിരിച്ചു കയറാനാണ് പാട്. അപ്പൊ അസൂയ. നിങ്ങൾ രണ്ടുപേരും ആദ്യം ഫോട്ടോ എടുത്തെന്നു. കുശുമ്പാണേ കുഞ്ഞാപ്പിക്ക്. ഇതാര് വരുവാ. നല്ലയുടെ മണ്ടേന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വേസ്റ്റ് ഇടാനുള്ളത് എനക്കും അല്ല, ബോക്സ് എല്ലാം ഉണ്ടേ. ഇടാ, ഞാൻ ചെരുപ്പിടട്ടെ. ഞാൻ ചെരുപ്പിടുവാണേ. ഇച്ചിരി നിരപ്പ് കിട്ടി. ഇനി അത് കഴിഞ്ഞ് എൻ്റെ കയ്യെ പിള്ളേർ പിടിച്ചിട്ടുണ്ട് അപ്പുറം ഇപ്പുറം, അതുകൊണ്ടൊത്തു. ഇച്ചിരി നിരപ്പ് തന്നിട്ടുണ്ട്. ഇനിയും താഴോട്ട് നല്ല സ്ലോപ്പാന്ന് തോന്നുന്നു. നല്ല അയ്യോ, ഞാനിവിടെ നിന്ന് വിശ്രമിക്കെടുത്തോണ്ട് അങ്ങ് താഴോട്ട് പോകുന്നതുകൊണ്ട് ഓരോരുത്തർ. ഇതാക്കളെ ഇതാരണ്ടൊക്കെ താങ്ങി ഭാരം താങ്ങി പൊട്ടിയിരിക്കുക. അയ്യോ, ഇനി ഒരുപാട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ നിന്ന്. അയ്യോ, ഇനി എങ്ങനെ കയറി പോകും? ഇനി താഴെ വരെ ഇത്രയും മരങ്ങളാണ്. ഇല്ലേ കുഞ്ഞാപ്പി? പറഞ്ഞ കുഞ്ഞാപ്പി, പറഞ്ഞു. ഇവിടെ താഴെ ഒരു മരമാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നോക്കാവേ. ഫോൺ താഴെ വീഴല്ലേ? മോതോത്തുകൂടി. അയ്യോ, മോൾ പോട്ട് നോക്കിക്കേ, എന്തോരോ ഉയരത്തിലായി ഈ പൈൻ മരങ്ങൾ നിൽക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റിക്കിന്റെ ഇതാണ് ഇത്രയും പൊക്കി വെച്ച്. മോന്റെ കണ്ണാടി എന്തിയെ? കണ്ണയിലിരുന്ന കണ്ണാടി എന്തിയെ? മാറ്റിയോ? നമുക്ക് ഇറങ്ങാം. അയ്യോ, ഇനി മോൾപോട്ട് കയറുന്ന കാര്യമോ? ഇനി എങ്ങനെ പോകണം നമ്മൾ മോൾപോട്ട്? പിള്ളേരും ഒക്കെ അണച്ച് ഓടുവാ മോൾപോട്ട് കയറി. എല്ലാം നിരപ്പ് വന്നു. ഒരു തുള്ളി ഇടയ്ക്ക് നിരപ്പ് തരുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയാവോ? നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഒന്ന് നിൽക്കാൻ, അണയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നിപ്പിന് വേണ്ടി കുറച്ച് സ്ലോപ്പ് തരുന്നുണ്ടാവും. അവരൊക്കെ അങ്ങ് മുന്നേ പോയി. ഞാൻ താണ്ട പുറകിന. ആ പൈതലിപ്പോൾ ഇവിടെ ഞങ്ങൾ ഏറ്റവും താഴെ എത്തി. രണ്ട് പിള്ളേർ പോന്നു. ഏറ്റവും താഴെ എന്നല്ല, ഇവർ നമുക്ക് തന്നിരിക്കുന്ന വഴിയുടെ അറ്റം വരെ എത്തി. ഇനിയും താഴോട്ടുണ്ട്, പക്ഷെ അതിന് വഴിയില്ല. ഉണ്ടോ? താഴോട്ട് മരങ്ങളാണ്.
ചുറ്റോട് ചുറ്റും ഈ മലയിലെ പൈൻ മരങ്ങളാണ്. കുഞ്ഞെൻ്റെ കൂടെ അങ്ങ് നിന്നോ? അവരെ വിട്ടു പിരിഞ്ഞോ? അവരുമായിട്ടുള്ള കൂട്ട് വെട്ടിയോ? എന്താ അവരുമായിട്ട് പിണങ്ങിയോ? കൊച്ചിന് നടക്കാൻ മേല. അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് അവരെല്ലാം പോയി. ഞാനും കുഞ്ഞും മാത്രമായി. അങ്ങനെ ഞാനും വീഡിയോ ഓഫ് ചെയ്യുവാണ്. ഇതിനകത്തില്ലടാ നിന്നെ, ഇതിനകത്ത് നല്ല ഭംഗിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പൈൻ മരത്തിൽ ചാരി മോനും നിൽക്കുന്നു. ആഹാ, ഇതാരാ? ഇങ്ങോട്ട് നോക്കി പോകട്ടാ. ഇതല്ലേ ഈ മരങ്ങളുടെ വേരാ, കണ്ടോ? ഇതേ തട്ടിയും തടഞ്ഞും ഒക്കെയാണ് ഓരോരുത്തർ നടക്കുന്നത്. ഇങ്ങനെ ഒരു തടച്ചിലില്ലെങ്കിൽ നമ്മൾ നേരെ ഉരുണ്ടുരുണ്ട് പോകും. മനുഷ്യൻ സഞ്ചരിച്ച് ഇവിടെയൊക്കെ അങ്ങ് ഉണ്ടോ. താഴോട്ട് ഞാൻ നോക്കുവാണേ. ഇവിടെ നിന്നോട്ട് നോക്കാം. പൈൻ മരങ്ങളുടെ ഇലയാണ് ഈ കിടക്കുന്നത്, ഉണങ്ങി. കണ്ടോ? താഴോട്ട് നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അവരുടെയൊക്കെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ മൃഗങ്ങളും പക്ഷികളും ഈ കാടിനകത്തുണ്ട് എന്നുള്ളതിന്. ഭയങ്കര കാട്, അങ്ങ് താഴോട്ട് കിടക്കുന്നുണ്ടോ? പക്ഷേ ഞാൻ എൻ്റെ ഇറമ്പിച്ച് നിൽക്കേണ്ടത് എനിക്ക് പേടിയാണ്. വീണ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് കൊക്കയിലേക്ക് വീഴും. ഞാനേ ഒന്ന് എറമ്പ് വരെ പോയി നോക്കിയിട്ട് വരട്ടെ. എന്തോ ഒരു നിശബ്ദതയാന്ന് നോക്കിയിട്ട്. എല്ലാവരും ചെണ്ട കൊട്ടുന്ന ശബ്ദമല്ലാതെ. എല്ലാവരും ഫോട്ടോ എടുക്കണമെന്നുള്ള ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കുവാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഫോട്ടോ എടുക്കാതെ വീഡിയോ എടുക്കുന്നത്. യൂട്യൂബിലിടാനുള്ള വീഡിയോ. ഒത്തിരി പേരെടുക്കുന്നുണ്ട്. ചിലർ യൂട്യൂബിലിടാനുള്ളതായിരിക്കാം, പക്ഷെ എനിക്കറിയാൻ മേല. ഞാൻ ഹരിപ്പാട് നിന്നും വാഗമണ്ണ എത്തി. ഇനി ഞാൻ വരുന്നില്ല. കാരണം ഇനി താഴോട്ടാ വീണ നമ്മൾ ഉരുണ്ട് അങ്ങ് താഴെ പോകും. അത് കാരണം ഞാൻ ഇനി താഴോട്ടില്ല. ഞാനിവിടെ നിൽക്കുക. അവർ അങ്ങ് ദൂരോട്ട് പോയി. നാട് കുഞ്ഞാപ്പി വിളിക്കുന്നു. കുഞ്ഞാപ്പി അവരവിടെ നിന്നോട്ട് വിളിക്കുന്നു. കുഞ്ഞാപ്പി പോകൂല. ഞാൻ ചെന്നാൽ മാത്രമേ പോകത്തുള്ളൂ എന്നാ പറയുന്നത്. അയ്യോ, കുഞ്ഞാപ്പിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേ നടക്കാൻ മേല. കുഞ്ഞാപ്പി അപ്പൻ്റെ തോളെ കയറി നിൽക്കുക. അയ്യോ, കാല് വേദന എടുക്കും. ശരിയാ. ഞങ്ങളങ്ങ് മോളി ചെല്ലണം. താഴെ വന്നു. ഇനി മോൾപോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. വാ, അവര് വരും. നമുക്ക് പതുക്കെ നടക്കാം. നമ്മളെക്കാളും സ്പീഡിൽ അവർ നടക്കുമല്ലോ. നമുക്ക് തുടക്കം ഇടാം. അവര് വന്നോളൂന്ന്. എന്റെ ദൈവമേ ഈശോ. ഓച്ചേ ഇപ്പോഴേ മുട്ടിന് കൈ കൊടുത്തു കുഞ്ഞാപ്പി. പോകാം. ഇങ്ങനെ എനിക്ക് അണയ്ക്കും. എനിക്ക് വലിവ് വരും. നമുക്ക് പതുക്കെ പോകാം. ഓരോ ബേർഡ് ഫീറ്റ് എന്നാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ കാലുകളായിരിക്കും. നമുക്കിനി അടുത്ത കാഴ്ചയിലോട്ട് പോകാം.